യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്. ഞാൻ അമേരിക്കയിൽ ലിറ്ററലി പോയി നടന്ന് കണ്ടിട്ടുള്ള പല സ്ട്രീറ്റിലും അത് ഏറ്റവും നല്ല ഇത് ചില അമേരിക്കൻ സ്റ്റേറ്റിലല്ല, ഏറ്റവും നല്ല സിറ്റീസിൽ പോലും നല്ല ഹൈലി ഫങ്ഷണൽ ആയിട്ടുള്ള ആളുകളുടെ ഒപ്പം കഞ്ചാവ് അടിച്ച് കിറുക്ക് പിടിച്ച് സൈക്കാട്രിക് സിംറ്റംസോടെ ജീവിക്കുന്ന ഹോംലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇനി ഹോംലെസ് അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, വി സൗത്ത് ഇന്ത്യൻസ് ആർ വെരി വീക്ക്. നമ്മൾ സൗത്ത് ഇന്ത്യക്കാരുടെ ബ്രെയിൻ വളരെ വീക്കാണ്. ഇതുപോലെയുള്ള സബ്സ്റ്റൻസ്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ സൈക്കാട്രിക് സിംറ്റംസിലേക്ക് നമ്മൾ പോകാൻ മറ്റുള്ളവരെക്കാൾ സാധ്യത കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഞാനിപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ കാനഡയിൽ നിന്ന് അവിടെ ലീഗലൈസ് ചെയ്തു, അതുകൊണ്ട് ഇഷ്ടം പോലെ ഉപയോഗിച്ച് കാനഡക്കാർ ഇഷ്ടം പോലെ ഇവിടെ വരുന്നുണ്ട് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ്. കാരണം മിക്കവാറും പേരും സൈക്കോട്ടിക്കാണ്, വളരെ ഗൗരവമുള്ള സിംറ്റംസോടുകൂടിയാണ് അവർ വരുന്നത്. അപ്പോൾ കാനഡയിൽ പോയി ഇത് ലീഗലാണെന്ന് പറഞ്ഞ് അടിച്ചാൽ പ്രശ്നം ഉണ്ടാവും. പാസ്പോർട്ടും വിസയും ഒക്കെ നഷ്ടപ്പെട്ട് എത്തിയ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കഥകൾ കാനഡക്കാരുടെയും അതുപോലെയുള്ള UK നിന്നും ഒക്കെ വന്ന ആളുകളുടെയൊക്കെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ അവിടെയുള്ള UK എൻ്റെ കൂട്ടുകാരായ സൈക്യാട്രിസ്റ്റുമാരോടും സൈക്കോളജിസ്റ്റുമാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവിടെയും അവരും കാണുന്നത് ഇവിടെ ഈ ഏഷ്യൻസ് ആണ് യങ്സ്റ്റേഴ്സ് കൂടുതൽ സൈക്കോട്ടിക് സിംറ്റംസ് അല്ലെങ്കിൽ സൈക്യാട്രിക് സിംറ്റംസുമായിട്ട് ഈ അബ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നത്. വെള്ളക്കാരുടെ ഇടയിലും ബ്ലാക്സിൻ്റെ ഇടയിലും ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇടയിൽ ഇത് സൈക്യാട്രിക് സിംറ്റംസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉള്ളത് ഒരു ഒബ്സർവേഷൻ. അതിനെപ്പറ്റി ഇനി ധാരാളം പഠനങ്ങൾ വരേണ്ടിയിരിക്കുന്നു. പക്ഷേ അതൊരു ഒബ്സർവേഷനായിട്ട് പലരും പറയുന്നതുണ്ട് അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ.